ഏകാന്ത തടവ് ഒന്ന് പറഞ്ഞേ. സെക്ഷൻ 11 ഏകാന്ത തടവ്. ആർക്കാണ് ഏകാന്ത തടവ് കിട്ടുന്നത്? കഠിന തടവ്. വെരി ഗുഡ്. കഠിന തടവുള്ളവനാണ് ഏകാന്ത തടവ് കിട്ടുന്നത്. ഓക്കെ. പരമാവധി ഏകാന്ത തടവ് എത്ര ദിവസം കൊടുക്കാം? 3 മാസം. എത്ര ശിക്ഷയുള്ള ആൾക്കാ ഏകാന്ത തടവ്? 3 മാസം. 1 വർഷത്തിൽ അധികമുള്ള ആൾക്ക് അല്ലേ? അതുപോലെ ഏകാന്ത തടവ് ഒറ്റ സ്ട്രെച്ചിന് എത്ര ദിവസം വരെ കൊടുക്കാം? 14 ദിവസം വരെ കൊടുക്കാം. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ചാപ്റ്റർ 3 എന്താ പഠിച്ചേ? ചാപ്റ്റർ 3 പൊതുവായ ഒഴിവാക്കലുകൾ അല്ലെങ്കിൽ സാമാന്യമായ അപവാദങ്ങൾ അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ്. ഏത് സെക്ഷൻ മുതൽ ഏത് സെക്ഷൻ വരെ ഉണ്ട്? 14 മുതൽ 44 വരെ. ഏതാണ്? 14 മുതൽ 44 വരെയുള്ള സെക്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതൊക്കെയാണ്? 14 പഠിച്ചു അല്ലേ? അതുപോലെ 27 വരെ പഠിച്ചു. 27 എന്താ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കുട്ടിയുടെയോ ചിത്തഭ്രമമുള്ള ആളുടെയോ ഗുണത്തിന് വേണ്ടി രക്ഷകർത്താവിനാലോ അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയോ ഉത്തമ വിശ്വാസപൂർവ്വം ചെയ്യുന്ന കൃത്യം. എന്താണ്? ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്തഭ്രമമുള്ള വ്യക്തിയുടെയോ സർജറിയോ മറ്റോ ചെയ്യണമെങ്കിൽ ആരുടെ ഒപ്പ് അത്യാവശ്യമാണ്? രക്ഷകർത്താവിന്റെ ഒപ്പ് ആവശ്യമാണ്. അല്ലാതെ കുട്ടിയുടെ ഒപ്പ് അവിടെ നിലനിൽക്കില്ല.